2.5 വയസ്സുള്ള മകനെ വാട്ടർ ടാങ്കിൽ മുക്കിക്കൊന്നത് പെറ്റമ്മ. കൊലപാതകം അത് ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്താൽ. ഹരിയാനയിലെ സോനിപത് ജില്ലയിലുള്ള മുണ്ടലാന ഗ്രാമത്തിൽ ജൂലൈ 29-ാം തീയതി, അതായത് 3 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. പാനിപ്പത്ത് സ്വദേശിയായിട്ടുള്ള പ്രിയ, അവളുടെ 2 വയസ്സുള്ള മകൻ ചിരാൻഷ്, ആ ചിരാൻഷിനെയാണ് അപ്രിയ കൊന്നുകളഞ്ഞത്. മരിച്ച കുട്ടിയുടെ പിതാവ് ഹരിയോം എന്നാണ് അയാളുടെ പേര്. അയാളാണ് ആദ്യം ഇത്തരത്തിലൊരു സംശയം ഉന്നയിക്കുന്നത്. പോലീസ് ആദ്യം ഇതൊരു അപകട മരണമായി കണക്കാക്കി അസ്വാഭാവിക മരണത്തിന് നടപടിക്രമവുമായി നീങ്ങുകയായിരുന്നു. അങ്ങനെ ഈ അപകട മരണമാണെന്ന് കരുതി നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഭാര്യയെ കൊന്നതാകാമെന്നുള്ള ഒരു സംശയം ഹരിയോം തന്നെ പോലീസിന് മുന്നിലെത്തി പ്രകടമാകുന്നത്. അങ്ങനെ പോലീസ് അന്വേഷണം അത്തരത്തിൽ നീക്കി. ഈ ഭർത്താവ് ഹരിയോമിന് മറ്റൊരു സ്ത്രീയോട് അടുപ്പമുണ്ട്, അവരുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിലായിരുന്നു പ്രിയ. അതേ ചൊല്ലി ഈ ദമ്പതികൾക്കിടയിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ തർക്കത്തിലെ വൈരാഗ്യം, ദേഷ്യം ഒക്കെയാണ് സ്വന്തം കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു കൊടും ക്രൂരതയിലേക്ക് അവളെ എത്തിച്ചത്. വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 5 വർഷത്തോളമായി. ആ മരിച്ച പയ്യൻ, അവന് 2.5 വയസ്സാണ്. മറ്റൊരു സ്ത്രീയുമായി തനിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് പ്രിയ സംശയിച്ചിരുന്നു എന്നാണ് പോലീസിനോട് പരാതിക്കാരനായി വന്ന ഭർത്താവ് ഹരിയോം പറഞ്ഞത്. പലതവണ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരിക്കൽ പോലും അവൾ ചെവി നൽകിയില്ല, കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പ്രിയ എന്ന ആ സ്ത്രീ തന്നോടും കുട്ടികളോടും വിരോധം പുലർത്തിയിരുന്നുവെന്നും ഹരിയോം പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് ആ സംശയത്തിലാണ് പ്രിയയെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിപ്പിക്കുന്നത്. ഈ കുട്ടി അബദ്ധത്തിൽ വീടിനുള്ളിലെ ആ വാട്ടർ ടാങ്കിൽ വീണതാണ് എന്നാണ് വീട്ടുകാരും ആദ്യം കരുതുന്നത്. അങ്ങനെ അസ്വാഭാവിക മരണത്തിനാണ് പോലീസും ആദ്യം കേസെടുക്കുന്നത്. ഈ അപകടമാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങൾ ആ സ്ത്രീ, ആ കുട്ടിയുടെ അമ്മയായിട്ടുള്ള പ്രതി നടത്തുകയും ചെയ്തു. പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രിയ ആ കുട്ടിയുടെ തല വാട്ടർ ടാങ്കിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അപകട മരണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ ടാങ്കിന് സമീപം ആ കുട്ടി കയറിപ്പോയി എന്ന്, അല്ലെങ്കിൽ ടാങ്കിനുള്ളിലേക്ക് അവൻ കയറാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഒരു കസേരയും അവൾ അവിടെ കരുതി വെച്ചിരുന്നു ടാങ്കിനോട് ചേർത്ത്. दिनांक 29 जुलाई को सूचना प्राप्त हुई कि थाना सदर गोवाना क्षेत्र में एक 2 वर्षीय बच्चे की पानी में डूबने के कारण मृत्यु हो गई। मृतक के पिता की शिकायत पर बच्चे के मां के खिलाफ मामला दर्ज कर आरोपी महिला को गिरफ्तार किया। मामले में तफ्तीश जारी है. ഈ ഭർത്താവിന്റെ പരാതിയെ തുടർന്ന് ഗോഹാന സദർ പോലീസ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 1031 പ്രകാരം കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വാട്ടർ ബോട്ടിലിൻ്റെ നിപ്പിൾ, ഒരു തുണിക്കഷ്ണം, ഒരു കുറിപ്പ്, എങ്ങനെയൊക്കെയാണ് ആ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയത്. എന്നാലും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ അതിൻ്റെ പരിശോധന നടക്കുകയാണ്. ഭർത്താവിനോടുള്ള സംശയം പലപ്പോഴും രോഗമാകുന്നതും അതിൻ്റെ തീവ്രത എത്രത്തോളം ഗുരുതരമാകുമെന്നുള്ളതിൻ്റെ വിവരമാണ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. 2.5 വയസ്സുകാരനെയാണ് സ്വന്തം അമ്മ ടാങ്കിൽ മുക്കിക്കൊന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.